വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. പ്ലസ് ടുവിന് ശേഷം LKG UKG അതായത് പ്രീ പ്രൈമറി തലത്തിൽ അധ്യാപകരാകുവാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ പ്രധാനപ്പെട്ട കോഴ്സായിട്ടുള്ള അതായത് കേരള ഗവൺമെൻറ് വിളിച്ചിട്ടുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് നഴ്സറി ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സ് എന്നറിയപ്പെടുന്ന ഈ 2 വർഷത്തെ കോഴ്സിന് ഇപ്പോൾ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രീ പ്രൈമറി അതായത് PPTC എന്ന് വിളിക്കുന്ന ഒരു കോഴ്സ് പല മേഖലകളിലും പ്രൈവറ്റായിട്ട് പല സർട്ടിഫിക്കറ്റും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് തീർച്ചയായും കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കോളേജിലാണ്. അതുകൊണ്ട് തന്നെ കേരള ഗവൺമെൻറ് കീഴിലുള്ള ഈ ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ജസ്റ്റ് 2 വർഷത്തെ ഈ കോഴ്സ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ പ്രൈവറ്റിലും അതേപോലെ തന്നെ ഗവൺമെൻറ് സ്കൂളിലുള്ള ഈ പറയുന്ന പ്രീ പ്രൈമറി ക്ലാസ്സിലും ഉദ്യോഗാർത്ഥികൾക്ക് വളരെ എളുപ്പത്തിൽ ജോലി നേടുവാൻ സാധിക്കുന്ന കോഴ്സാണ്. അപ്പോൾ ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാൻ, പരമാവധി ഇത്തരത്തിൽ വീഡിയോകൾ നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ആമുഖമായിട്ട് ഉറപ്പെടുത്താൻ. നിലവിൽ 2026-28 വർഷത്തെ 2 വർഷത്തെ പ്രീ പ്രൈമറി അഥവാ നഴ്സറി ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ കോഴ്സാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ പ്ലസ് 2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് 45% മാർക്കിൽ കുറയാതെ 40% മിനിമം മാർക്കോട് പാസ്സായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് യോഗ്യതാ പരീക്ഷ ജസ്റ്റ് പാസ്സായാൽ മതി. ഇനി OBC വിഭാഗത്തിൽപ്പെടുന്നവർക്ക് 2% മാർക്ക് ഇളവുണ്ട്. അത് 43% ഉള്ളവർക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണല്ല മുഴുവൻ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിപ്പോൾ ഒന്നാമതായിട്ട് പ്രായപരിധി ഏജ് ലിമിറ്റ് നോക്കുക. നിലവിൽ 17 വയസ്സ് 1/6/2026 പൂർത്തിയായിരിക്കണം. അതോടൊപ്പം തന്നെ എന്നാൽ 33 വയസ്സ് അതായത് നേരത്തെ TTC DLD അതേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് പ്രീ പ്രൈമറി ക്ലാസ്സുകളിൽ എന്ന് വെച്ചാൽ KG1 KG2 എല്ലാ കാലവും നിലനിൽക്കുന്ന ഒരു കോഴ്സ് തന്നെ ആയതുകൊണ്ട് തന്നെ മികച്ച സാധ്യതയുള്ള ഒരു കോഴ്സായിട്ട് തന്നെയാണ് PPTC നമ്മൾ കാണേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ 33 വയസ്സിൽ SC വിഭാഗക്കാർക്കും OBC വിഭാഗക്കാർക്കും 3-5 വർഷത്തെ ഇളവ് DLD പോലെ തന്നെ ഉണ്ട്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അപേക്ഷ കൊടുക്കേണ്ട രീതി എങ്ങനെ നോക്കാം. അതായത് അപേക്ഷാ ഫോറം പൂർണ്ണമായിട്ടും വിദ്യാർത്ഥികൾ ജസ്റ്റ് ഫില്ല് ചെയ്തുകൊണ്ട് അതത് കോളേജിൽ പോയിട്ട് നേരിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള കോളേജുകൾ ഏതൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ലാസ്റ്റ് നോക്കാം. അതേപോലെ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് രീതി തീർത്തും നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. നിങ്ങളുടെ യോഗ്യതാ പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഇനി സാമുദായിക സംവരണത്തിൽപ്പെട്ടവർക്ക് അതിൻ്റേതായിട്ടുള്ള സംവരണം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. അതായത് ഗവൺമെൻറ്റിലും ഗവൺമെൻറ്റും സെൽഫ് ഫിനാൻസിലും ഈ പറയുന്ന PPTC കോഴ്സുകളുണ്ട്. അപ്പോൾ അതിൽ അഡ്മിഷൻ ഫീ ആയിട്ട് വരുന്നത് ജസ്റ്റ് 100 രൂപ, ട്യൂഷൻ ഫീ ആയിട്ട് 1450 രൂപയും, അത് പെർ മന്ത് 1450, ഡെവലപ്മെൻറ്റ് ഫീ പെർ ഇയർ 10,000, ആപ്ലിക്കേഷൻ ഫീ 100. ഇത്രയുമാണ് ജസ്റ്റ് ഫീ ആയിട്ട് വരുന്നത്. ഗവൺമെൻറ് സ്ഥാപനത്തിൽ വരുന്ന ഫീ ആണ്. ഇനി അതോടൊപ്പം തന്നെ ഇനി സ്വാശ്രയ സ്ഥാപനങ്ങളിൽ അപേക്ഷ കൊടുക്കുന്നവരാണ് ജസ്റ്റ് അപേക്ഷയുടെ കൂടെ നിങ്ങൾ 100 രൂപയുടെ DD നിങ്ങൾ എടുക്കണം. അതായത് ഏതാണ് കോളേജ് ആ കോളേജിലെ മാനേജറുടെ അഡ്രസ്സിൽ ജസ്റ്റ് മാനേജർ എന്ന് കൊടുത്തിട്ട് അവരുടെ കോളേജിൻ്റെ പേര് കൊടുത്ത് 100 രൂപയുടെ DD നിങ്ങൾ അടുത്തുള്ള ബാങ്കിൽ പോയിട്ട് എടുക്കണം. ഈ DDയും എടുത്തിട്ടാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങൾ നേരിട്ട് കോളേജിൽ പോയി കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം ജൂലൈ 1-ാം തീയതിയാണ്. ഇപ്പോൾ ജൂലൈ 1-ാം തീയതി 5 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ അതത് കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് 4 കോളേജിൽ അപേക്ഷ കൊടുക്കണം. 4 കോളേജിലും നിങ്ങൾ നേരിട്ട് പോയിട്ട് ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടതാണ്. അങ്ങനെ അപേക്ഷയോടൊപ്പം ഹാജരാക്കുന്ന സർട്ടിഫിക്കറ്റുള്ള ഫോട്ടോ കോപ്പികൾ നിങ്ങൾ സ്വന്തമായിട്ട് അറ്റസ്റ്റ് ചെയ്തിരിക്കണം. അതായത് നിങ്ങൾ അപേക്ഷയോടൊപ്പം നിങ്ങൾ SLC പ്ലസ് 2 നിങ്ങൾക്ക് NSS NCC SPC പോലുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങളുണ്ടെങ്കിൽ, അതേപോലെ തന്നെ SCC വിഭാഗക്കാർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അങ്ങനെ എന്തെങ്കിലും ആ രീതിയിൽ സമർപ്പിക്കപ്പെടുന്നവരൊക്കെ നിങ്ങൾ അതിൻ്റെ ആ ഒരു ഫോട്ടോ കോപ്പിയിൽ നിങ്ങൾ സ്വന്തം വിദ്യാർത്ഥി തന്നെ പേര് എഴുതി സൈൻ ചെയ്തിട്ട് നിങ്ങൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഒറിജിനൽ സഹിതം നിങ്ങൾ എന്താക്കണം ഹാജരാക്കണം. അതായത് TC ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് എത്തിക്കേണ്ടതാണ്. ആ സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് എത്തിക്കാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ അഡ്മിഷൻ നഷ്ടപ്പെട്ടു പോകും. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ക്ലാസ് നിലവിൽ 1/7/2026 തുടങ്ങണം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ജൂലൈ ഫസ്റ്റ് വീക്കിൽ തന്നെ നിങ്ങളുടെ PPTC ക്ലാസ്സും തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് ഏതൊക്കെയാണ് കോളേജുകൾ നോക്കാം. ഓക്കെ, നിലവിൽ ഗവൺമെൻറ് കോളേജുകൾ കേരളത്തിൽ 3 ഗവൺമെൻറ് കോളേജാണുള്ളത്. അതായത് ഗവൺമെൻറ് PPT ട്രിവാൻഡ്രം, അതേപോലെ ഗവൺമെൻറ് PPT ആലപ്പുഴ, ഗവൺമെൻറ് PPTI നടക്കാവ്, കോഴിക്കോട്. ഈ 3 ജില്ലകളിലായിട്ട് 3 ഗവൺമെൻറ് കോളേജുകളും ഇനി സെൽഫ് ഫിനാൻസ് കോളേജിൽ 9 സെൽഫ് ഫിനാൻസ് കോളേജാണുള്ളത്. ഓക്കെ, അതായത് ജസ്റ്റ് ആറ്റിങ്ങൽ, അതേപോലെ തന്നെ കൊല്ലം ജില്ലയിലെ അബ്ദുസലാം PPT, പിന്നെ അതേപോലെ കസ്തൂർബ ഗാന്ധി
കൊല്ലം, അതുപോലെ മാർത്തോമ PPTI തിരുവല്ല, ശ്രീനാരായണ നോർത്ത് കായംകുളം, ബേക്കർ മെമ്മോറിയൽ PPTI കോട്ടയം, SHPPTI പാലാ കോട്ടയം, എഴുത്തച്ഛൻ സ്മാരക PPTI വീക്ഷണം റോഡ് എറണാകുളം, വിദ്യാ PPTI തൃശ്ശൂർ. അപ്പോൾ ഇത്രയും കോളേജിലാണ് ഈ 9 സെൽഫ് ഫിനാൻസും അതേപോലെ തന്നെ 3 ഗവൺമെൻറ് 12 കോളേജിലായിട്ടാണ് PPTC കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് അപേക്ഷ കൊടുക്കുന്നത്? ഈ PDF-ൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലിങ്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴെ 8ാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ആപ്ലിക്കേഷൻ ഫോം. ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമാണ് നിങ്ങൾ ജസ്റ്റ് പുറത്ത് പോയിട്ട് ജസ്റ്റ് പ്രിൻ്റ് എടുക്കുക 9ഉം 10ഉം. ഓക്കെ, ഈ 2 പേജ് മാത്രം പ്രിൻ്റ് എടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഫില്ല് ചെയ്തിട്ട് ഇതിൽ പറഞ്ഞ എല്ലാ സർട്ടിഫിക്കറ്റുകളും സഹിതം നിങ്ങൾ നേരിട്ട് പോയിട്ട് കോളേജിൽ നിങ്ങൾ കൊടുക്കുക. അപ്പോൾ അതിന് ഒരു വിദ്യാർത്ഥിക്ക് ഈ പറയുന്ന 1ാമത്തെ ട്രിവാൻഡ്രം കോളേജിലാണ് അവിടെ നേരിട്ട് പോയിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഈ പറഞ്ഞ 12 കോളേജിലും കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ ജില്ലയിലേതാണോ അത് നിങ്ങൾ കൊടുക്കാതായിരിക്കും ബെറ്റർ. ഓക്കെ, ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ജസ്റ്റ് നോക്കാം. നോർമലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ പേര്, പാരൻറ്റ് ഓർ ഗാർഡിയൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ഉദാഹരണത്തിന് പേരൻറ്റിൻ്റെ പേര് എഴുതുക, ഫാദറാണോ ഫാദർ, മദറാണോ മദർ. അഡ്രസ്സ് കൃത്യമായിട്ട് കൊടുക്കുക. നിങ്ങളുടെ ടെലിഫോൺ നമ്പറും കറക്റ്റ് നിങ്ങൾ ഉപയോഗിക്കുന്ന ടെലിഫോൺ നമ്പർ, മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക. ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, സെക്സ്, മെയിൽ ഓർ ഫീമെയിൽ കൊടുക്കുക. ഇനി നിങ്ങൾ SC/ST ആണെങ്കിൽ SC/ST, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഏതാണോ നിങ്ങൾ കൊടുക്കുക. അത് ഇത് നിങ്ങളല്ലാത്തതാണെങ്കിൽ ജസ്റ്റ് നോ അല്ലെങ്കിൽ ബാധകമല്ല എന്ന് നിർബന്ധമായിട്ട് ഇതിൽ എഴുതിയിരിക്കണം. ഓക്കെ, അറ്റ്ലീസ്റ്റ് കോളം നിങ്ങൾ കാലിയാക്കി ഇടരുത്. നിങ്ങൾക്ക് ഇല്ലാത്ത കോളമാണെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ബാധകമല്ല എന്ന് മലയാളത്തിൽ എഴുതിയാൽ മതി. ഇനി മദർ ടങ് മലയാളമാണ്, മലയാളം എഴുതുക. ഓക്കെ, ഇനി ക്വാളിഫിക്കേഷൻ നോക്കാം. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ജസ്റ്റ് അതായത് നിങ്ങൾ 1ാമത്തെ ഹയർ സെക്കൻഡറി ലെവൽ ക്വാളിഫിക്കേഷനാണ് എഴുതേണ്ടത്. രജിസ്റ്റർ നമ്പർ എഴുതുക. നെയിം ഓഫ് ബോർഡ് കേരള ഹയർ സെക്കൻഡറി ബോർഡാണ്, ആ രീതിയിൽ എഴുതുക. നോർമൽ കേരളത്തിലുള്ളവർക്ക് ആ രീതിയിലാണ്. നമ്പർ ഓഫ് ചാൻസസ് ഫസ്റ്റ് തന്നെ കിട്ടുകയാണ്, ഫസ്റ്റ് എന്ന് എഴുതുക. ടോട്ടൽ മാർക്സ് ഒബ്റ്റൈൻഡ്, നിങ്ങൾക്ക് ടോട്ടൽ മാർക്ക് എത്രയാണ് +2-ൻ്റെത്, അതേപോലെ പെർസെൻറ്റേജ് ചെയ്താൽ. ഡിഗ്രി ഉണ്ടെങ്കിൽ ഡിഗ്രി സബ്ജക്റ്റ് കൊടുക്കുക, ഇല്ലെങ്കിൽ ബാധകമല്ല എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഡിഗ്രിയുടെ രജിസ്റ്റർ നമ്പർ, നെയിം ഓഫ് യൂണിവേഴ്സിറ്റി, ടോട്ടൽ മാർക്ക്, പിന്നെ അഡീഷണൽ ക്വാളിഫിക്കേഷൻ PG അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ വെദർ ദ ആപ്ലിക്കൻ ഹാസ് ഡിസ്റ്റിങ്ഷ്ഡ് റെക്കോർഡ് ഓഫ് പെർഫോമൻസ് ഇൻ ഡ്രാമ മ്യൂസിക്, അങ്ങനെ എന്തെങ്കിലും ഡ്രാമ മ്യൂസിക്കിൽ ഡാൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ ബാധകമല്ല എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഏതാണ് ഏത് ലെവലാണ്, അറ്റ് വാട്ട് ലെവൽ, സ്കൂൾ ലെവലാണോ, ഡിസ്ട്രിക്ട് ലെവലാണോ, സ്റ്റേറ്റ് ലെവലാണോ, ഇവിടെ നിങ്ങൾ ജസ്റ്റ് എഴുതി കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തത് വെദർ ദി ആപ്ലിക്കൻ ഹാസ് ഡിസ്റ്റിങ്ഷൻ ഹെർസെൽഫ് ഇൻ ഒബ്റ്റെയിനിങ് സർട്ടിഫിക്കറ്റ്സ് ഇൻ സ്പോർട്സ് ഓർ ഗെയിംസിലുണ്ടെങ്കിൽ മാത്രം അത് ഏത് ലെവലാണ്, സ്കൂളാണോ, ഡിസ്ട്രിക്റ്റ് ആണോ, സ്റ്റേറ്റ് ആണോ, ഇല്ലെങ്കിൽ ബാധകമല്ല എന്ന് എഴുതുക. ഇനി അതുപോലെ NCC, ACC, സ്കോർ ടു ഗ്രേഡ് ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന് NCC ചെയ്ത് കൊടുക്കുക, ഇല്ലാത്തവർ ജസ്റ്റ് ബാധകമല്ല എഴുതുക. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ട്രെയിനിങ് സെൻറ്റർ, അപ്പോൾ ഞാൻ നേരത്തെ പോലെ 12 കോളിൽ എവിടെയാണ് നിങ്ങൾ കൊടുക്കുന്നത് ആ കൊടുക്കുന്ന കോളിൽ ഇവിടെ എഴുതുക. അങ്ങനെ 4 കോളിലാണ്, 4 കോളുകളും ഈ രീതിയിൽ സെപ്പറേറ്റ് ഫില്ല് ചെയ്യാം. ലാസ്റ്റ് ഡിക്ലറേഷൻ നിങ്ങളുടെ പേര് എഴുതിയിട്ട് എല്ലാ കാര്യങ്ങളും ഉറപ്പാണെന്ന് ഉറപ്പ് വരുത്തി നിങ്ങളിവിടെ സൈൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന സ്കൂളിൽ നേരിട്ട് പോയിട്ട് കോളേജിൽ നേരിട്ട് പോയിട്ട് കൊടുക്കുക. ഒപ്പം നിങ്ങൾ SLC +2 സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഏതാണോ അഡീഷണൽ കൊടുത്താൽ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഫോട്ടോ കോപ്പി എടുത്തിട്ട് അതിൻ്റെ ഒരു താഴെ നിങ്ങൾ പേര് എഴുതി സൈൻ ചെയ്ത് നിങ്ങൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ വെച്ച് നേരിട്ട് കോളേജിൽ പോയിട്ട് 1-ാം തീയതിക്കുള്ളിൽ, ജൂലൈ 1-ാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് PPTC കോഴ്സുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്നത്. പൂർണ്ണമായിട്ടും ഗവൺമെൻറ് ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് കീഴിലുള്ള ഈ കോഴ്സുകൾ ചെയ്യാം. മറ്റൊരുപാട് പ്രൈവറ്റ് തലത്തിലേക്ക് പല കോഴ്സുകളും കൊടുക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ കൃത്യമായിട്ടുള്ള വാല്യൂ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം ചേരുക. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് പിന്നീട് യാതൊരു ഉപകാരം പറയുന്ന കോഴ്സുകൾ ഉണ്ടാവില്ല. ഈ PPTCയുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾക്കൊക്കെ വിദ്യാർത്ഥി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി ഏതൊക്കെ കോഴ്സുകൾ കേരളത്തിലും ഇതല്ലാത്ത പ്രൈവറ്റ് മേഖലയിൽ ചെയ്താൽ വാല്യൂ ഉണ്ടാകും, അതൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പരമാവധി ഇത്തരത്തിലൂടെ നിങ്ങൾ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അടിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.